ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് കുറേയായി, പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദ വോൾട്ട് എന്നാണ് ഗെയിമിൻ്റെ പേര്. ആൻഡ്രോയിഡിലും അതേപോലെ iOS-ലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. ആക്ച്വലി ഇതൊരു നല്ലൊരു മൈൻഡ് റിലീഫിങ് ഗെയിമാണ്. ഞാൻ ഓൾറെഡി ഒരു 50 ലെവലോളം ഇപ്പോൾ റീച്ച് ആയിട്ടുണ്ട്. ഇത് 50th ലെവലാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ മൈൻഡ് റിലാക്സ് ചെയ്യാനും അതേപോലെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഗെയിം അടിപൊളിയായിരിക്കും. കുറേ ഹിഡൻസ് ആയിട്ടുള്ള കുറേ ട്രാപ്സ് അങ്ങനെ പലതും ഉണ്ട് ഇതിനകത്ത്. ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നെങ്കിൽ. ഈ വീഡിയോ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എപ്പോഴും മൊബൈൽ ഗെയിംസ് ലവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓരോരോ ഗെയിം വരുമ്പോഴും ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ കളിച്ചൊരു ഗെയിമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് തന്നെ ഒരു 50 ലെവൽ എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ഗെയിം തന്നെയാണത്. ഓരോ ലെവൽ കഴിയുന്തോറും ഇതിൻ്റെ റിസ്ക് കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ ടാസ്ക് കൂടിക്കൂടി വരികയാണ്. ഫൈൻഡിങ് ഒക്കെ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. ഞാൻ ഈ ഗെയിം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 15 to 20 മിനിറ്റോളം എടുത്ത്. ഫസ്റ്റ് ലെവലൊക്കെ മാക്സിമം നമുക്ക് 2 മിനിറ്റ് 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കളിച്ച് തീർക്കാവുന്നതാണ്. പക്ഷേ ഈ ലെവൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ലെവൽ ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നിങ്ങൾ കണ്ട് കാണും. ജസ്റ്റ് ഇത് ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഓരോ അവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഏത് ലെറ്റേഴ്സാണോ കാണിക്കുന്നത്, സിമ്പിളാണ് കാണിക്കുന്നത്, അതിനോട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ സെക്കൻഡിൽ നോക്കാം. ഫസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് നോക്കാം. സെക്കൻഡ് അതേപോലെ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് തേർഡ് ഏതായിരുന്നു? ഓക്കെ, ഈ സിമ്പിൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോർത്ത് ഓൾറെഡി സെറ്റഡ് ആണ്. അപ്പോൾ മുകളിൽ നമുക്ക് പുതിയൊരു ഹിൻറ്റ് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനതിങ്ങനെ നോക്കുമായിരുന്നു, അത് ഏതാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഒരു അപ്പും 2 ഡൗണും പിന്നെ അതിന് ശേഷം 2 അപ്പുമാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാണ് അടുത്തൊരു ടാസ്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി അതിൻ്റെ ഫുള്ള് ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എന്താണ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറേ അവിടെ തന്നെ ട്രൈ ചെയ്ത് നോക്കി എന്താണ് മൂവ്മെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അടുത്ത ടാസ്കിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും മൂവ് ഉണ്ടായിരുന്നില്ല. അവസാനം വീണ്ടും അങ്ങനെ തന്നെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് അതിനകത്തൊരു സെൻട്രലൊരു നടുക്കൊരു ഹോളുണ്ട്, ഒരു ബ്ലാക്ക് കോയിൻ പോലെ ആണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നിൽക്കണം എന്നുള്ളതും കൂടി അടുത്തത് നോക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പ്ലേ ബട്ടൺ കണ്ടില്ല,